സ്ത്രീകളോട്. ഗ്രാമീണതയുടെ നിഷ്കളങ്കത തുളുമ്പുന്ന ഒരു തനി നാട്ടിൻപുറത്തുകാരി. നല്ല ചുറുചുറുക്കുള്ള ഒരു വീട്ടമ്മ. 45-ാം പിറന്നാൾ കഴിഞ്ഞ് 8 ദിവസത്തിനുള്ളിൽ അവൾക്ക് ക്യാൻസർ സ്ഥിരീകരിക്കപ്പെട്ടു. മാസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ ആ മാറാരോഗത്തിന് കീഴടങ്ങുകയും ചെയ്തു. അവൾ മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു സുഹൃത്ത് ഭർത്താവിനെ ഒന്ന് വിളിച്ചു. പാവം, അയാൾക്ക് അവൾ ജീവനായിരുന്നു. ഏതോ കമ്പനിയുടെ ഏരിയ സെയിൽസ് മാനേജറാണ് അയാൾ. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളാണവർക്ക്. ഇടയ്ക്കിടെ യാത്ര ചെയ്യേണ്ടി വരുന്ന അയാൾ അമ്മയില്ലാത്ത അവരെ എങ്ങനെ നോക്കുമോ എന്തോ. അതോർത്തപ്പോൾ മനസ്സു വല്ലാതെ പിടയുന്നു. അവളായിരുന്നേ അന്നോളം ആ വീടിൻ്റെ ജീവാത്മാവും പരമാത്മാവും. എല്ലാം അവൾ ഒറ്റയ്ക്കാണ് നോക്കി നടത്തിയിരുന്നത്. കുട്ടികളുടെ പഠിപ്പ്, അവരുടെ ട്യൂഷൻ, അയാളുടെയും അവളുടെയും അച്ഛനമ്മമാരുടെയും അസുഖങ്ങൾ, അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഒക്കെ അവൾ ഒരു കുറവും വരുത്താതെ നോക്കി നടത്തിയിരുന്നു. കുടുംബത്തൊരു ചടങ്ങുണ്ടായാൽ അതിലെന്തിനും ആദ്യാവസാനം അവളാണ് ഓടി നടക്കുക. വല്ലപ്പോഴും വല്ല കല്യാണത്തിനോ മറ്റെന്തെങ്കിലും പരിപാടിക്കോ പങ്കെടുത്താൽ ആ അവസരങ്ങളിലും അവളുടെ മനസ്സ് അങ്ങ് വീട്ടിലാവും. ചെന്നിട്ട് 100 കൂട്ടം പണിയുണ്ട് എന്നും തിരികെ വീട് പുൽകാൻ ധൃതിയായിരുന്നു അവൾക്ക്. ഞാനില്ലെങ്കിൽ അവിടെ എല്ലാം അവതാളത്തിലാവുമെന്നേ. എൻ്റെ ഭർത്താവിന് ദൈവം സഹായിച്ച് ഒരു ചായ പോലും ഇട്ട് കുടിക്കാൻ അറിയില്ല സ്വന്തമായി. പിന്നെ ഒരു സമാധാനമുണ്ട്. ഞാൻ ഈ എടുക്കുന്ന എഫേർട്ട്, കഷ്ടപ്പാട് അതൊരു പട്ടിക്കുഞ്ഞു പോലും അംഗീകരിക്കാറില്ല. ഇതൊക്കെ അങ്ങ് സ്വാഭാവികമായി നടക്കുന്നതാണെന്നാണ് എല്ലാവരുടെയും വിചാരം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാൻ എത്ര കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ട് എന്ന് ആർക്കും അറിയില്ല. ഞാൻ പോവുമ്പോൾ എൻ്റെ വില അവരൊക്കെ അറിയും എന്നവൾ എന്നോ പറഞ്ഞത് അറം പറ്റിയ പോലെ തോന്നി. ലവ് മാരേജ് ആയിരുന്നു അവരുടേത്. വീട്ടിൽ വിപ്ലവമുണ്ടാക്കി നടത്തിയ വിവാഹം. ഇത്ര ചെറുപ്പത്തിൽ പ്രാണസഖി വേർപിരിഞ്ഞു പോയതിൻ്റെ ആഘാതം അയാൾ എങ്ങനെയാവും അതിജീവിച്ചിട്ടുണ്ടാവുക. വല്ലാത്തൊരു ശൂന്യത അയാളെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ. ആ വീടിൻ്റെ ഓരോ ഇഞ്ചിലും അവളുടെ അസാന്നിധ്യം മുഴച്ചു നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഓർത്തപ്പോൾ തന്നെ ഒരു വീർപ്പുമുട്ടൽ. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതാ അയാൾ ക്ലബ്ബിൽ ടെന്നീസ് കളിക്കുന്നു. അതിനുശേഷം സുഹൃത്തുക്കളുമൊത്തൊരു ചെറിയ പാർട്ടി. ഇപ്പോൾ പഴയ പോലെ യാത്രയില്ല ജോലിയിൽ. വീട്ടിൽ പുതുതായി ഒരു ഫുൾ ടൈം കുക്കിനെ വെച്ചു. അവർ നന്നായി പാചകം ചെയ്യുന്നു. വീട്ടിലേക്കുള്ള റേഷനും മറ്റും അവർ തന്നെ പോയി വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യും. അച്ഛനെയും അമ്മയെയും നോക്കാൻ ഇപ്പോൾ ഫുൾ ടൈം ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴിക്കും ടെൻഷനില്ല. കുട്ടികളും സുഖമായിട്ടിരിക്കുന്നു. അയാൾക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഹാപ്പിയായിട്ടിരിക്കുന്നു. അറിയാതെ ഒരു നെടുനിശ്വാസം ഉതിർന്നു വീണു. തൊണ്ടക്കുഴിയിൽ ഒരു വിങ്ങൽ പൊട്ടി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനാണപ്പോൾ കരഞ്ഞത്? ആവോ അറിയില്ല. ആ സ്ത്രീയെ അപ്പോൾ വല്ലാതെ ഓർമ്മ വന്നു. ഒരിക്കൽ അവൾ വീടിനടുത്തുള്ള ഒരു ഫംഗ്ഷന് വരാതിരുന്നത് ഇയാളുടെ അമ്മയ്ക്ക് എന്തോ ചെറിയ പനി വന്നതിൻ്റെ പേരിലാണ്. വീട്ടിൽ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. കൂടെ നിന്ന് ചെയ്യിച്ചില്ലേൽ അവർ ഉഴപ്പുമെന്ന് പറഞ്ഞ് അടുത്ത ബന്ധുവിൻ്റെ കല്യാണം മിസ് ചെയ്തവളാണവൾ. അവൾ പല പാർട്ടികളും ഫംഗ്ഷനുകളും മിസ് ചെയ്തിട്ടുള്ളത് മക്കൾക്ക് പരീക്ഷ അടുത്ത സമയമാണ് എന്നും പറഞ്ഞാണ്. വീട്ടിലേക്ക് നേരത്തെ ഓടിപ്പോയിട്ടുള്ളത് ഭർത്താവിനും മക്കൾക്കും രാത്രിയിലേക്ക് വല്ലതും വെച്ച് വിളമ്പണമെന്ന് വെപ്രാളപ്പെട്ടുകൊണ്ടാണ്. അവൾ എന്നും ആഗ്രഹിച്ചിരുന്നത് അവരിൽ നിന്നുള്ള ഒരു അംഗീകാരത്തിനാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ മീൻ പൊള്ളിച്ചത് വാഴയിലയിൽ പൊതിഞ്ഞു കൊടുത്തയക്കുമ്പോൾ അത് കഴിച്ചു കഴിഞ്ഞ് അയാളിൽ നിന്നൊരു വിളി അവൾ പ്രതീക്ഷിക്കും. ഒരിക്കലും അതുണ്ടാവാറില്ല. രാത്രി തിരികെ ക്ഷീണിച്ചു വന്ന് കയറുന്ന അയാളോട് ഉച്ചക്കലത്തെ മീൻകറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാമായിരുന്നു എന്ന ചടങ്ങു മറുപടി അയാളിൽ നിന്ന് കേൾക്കുമ്പോൾ അവൾ വെറുതെ സങ്കടപ്പെടുമായിരുന്നു. അവൾ എടുക്കുന്ന എഫേർട്സിന് ഒരിക്കലും വീട്ടിൽ ഭർത്താവോ മക്കളോ ഒന്നും അവളോട് ഒരു നല്ല വാക്കു പറഞ്ഞിരുന്നില്ല. അക്കാര്യത്തിൽ അസംതൃപ്തി മരണം വരെയും അവളെ പിന്തുടർന്നിരുന്നു. ഇന്ന് അവളോട് പറയണമെന്നുണ്ട്. പെണ്ണെ, വീട്ടിൽ നീ ചെന്നില്ലെങ്കിലും ഒന്നും വരാനില്ല. നീ ചെന്നില്ലെങ്കിലും നിന്റെ അമ്മായിയമ്മയെ നിന്റെ ഭർത്താവ് നോക്കിക്കോളും. ദിവസത്തേക്ക് അവരോട് ഭക്ഷണം പാകം ചെയ്യാനോ ഓർഡർ ചെയ്യാനോ പറ. ഇത് ക്രിസ്മസ് എക്സാം അല്ലേ, ഓണപ്പരീക്ഷയല്ലേ, പിള്ളേർ സ്വയം പഠിച്ചോളും. നീ അവിടിരി. നിനക്ക് വല്ലപ്പോഴും കിട്ടുന്ന സമയമല്ലേ, പോവണ്ട, അവിടിരി. പെണ്ണെ, ഈ ലോകത്ത് ആരും ആരെയും മിസ് ചെയ്യുന്നില്ല ഇവിടെ.
ഇതൊക്കെ നമ്മുടെ വെറും വ്യാമോഹങ്ങൾ മാത്രമാണ്, തെറ്റിദ്ധാരണകൾ മാത്രം. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നടത്തിക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തിലെ ഇഷ്ടങ്ങൾ ഹോമിക്കുമ്പോൾ ഇച്ഛാഭംഗം തോന്നാതിരിക്കാൻ നമ്മൾ അവനവനോട് പറയുന്ന ആശ്വാസവാക്കുകൾ. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടപ്പെട്ടവരാണെന്ന് തോന്നുമ്പോൾ, നമ്മളില്ലെങ്കിൽ ആരുടെയൊക്കെയോ ജീവിതങ്ങൾ തകിടം മറിയുമെന്ന് ധരിക്കുമ്പോൾ ഒരിച്ചിരി ആശ്വാസം തോന്നും. ചങ്കിൽ കുത്ത് ഇത്തിരി കുറയും. അല്ലാതെ അതൊന്നുമല്ല യാഥാർത്ഥ്യം. നമ്മളെ ആർക്കും വേണമെന്നില്ല ഈ ലോകത്ത്. നമ്മളില്ലെങ്കിലും ഇവിടെ കാര്യങ്ങൾ മുറയ്ക്ക് നടക്കും. അതറിയണമെങ്കിൽ നമ്മൾ ഇല്ലാതാവണം. ഒരു ദിവസം അങ്ങോട്ട് നിന്ന നിൽപ്പിൽ മാഞ്ഞു പോയാലും ഒരാളും നമ്മെ മിസ് ചെയ്യില്ലിവിടെ. നോക്കിക്കോ എന്ന്. ഇത് കേൾക്കാൻ അവൾ ഇന്നില്ലെങ്കിലും അതാണ് സത്യം, വേദനിപ്പിക്കുന്ന സത്യം. ഓർത്തിരിക്കാതെ ഒരു ദിവസം അവൾ മരിച്ചു പോയിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടായില്ല. ഒരു കുക്ക്, ഒരു ഹോം നേഴ്സ്, 2 പേരെ ജോലിക്കെടുത്തതോടെ അവളുടെ അസാന്നിധ്യം കൊണ്ടുണ്ടായ അസൗകര്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു. താനില്ലെങ്കിൽ ഈ വീട് തകിടം മറിയുമെന്ന് കരുതി ജീവിതം ഹോമിച്ച അവൾ മരമണ്ടി. ജീവിതം ഒന്നേയുള്ളൂ, എപ്പോൾ തീരുമെന്നും നിശ്ചയമില്ല. അതുകൊണ്ട് സന്തോഷിക്കുക. ആദ്യം ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനു വേണ്ട ആഹ്ലാദം കണ്ടെത്തുകയാണ്. അവനവനു വേണ്ടിയും സമയം ചെലവിടാൻ ശീലിക്കണം. നിങ്ങളുടെ സൗഹൃദങ്ങൾ, ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടെന്ന് വയ്ക്കരുത്. നിങ്ങളുടെ സന്തോഷങ്ങളെ, ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ പിന്തുടരുക. ഇടയ്ക്കൊക്കെ പോയി ഒന്ന് കടൽ കാണുക, കപ്പലണ്ടി കൊറിച്ച് കാറ്റുകൊള്ളുക, പാർക്കിലോ ബീച്ചിലോ കറങ്ങി നടന്ന് വായിൽ നോക്കുക, ഇഷ്ടമുള്ള സിനിമകൾ കാണുക, പുസ്തകങ്ങൾ വായിക്കുക, സ്നേഹിതരുമായി സല്ലപിക്കുക, വല്ലപ്പോഴും ഒരു കുഞ്ഞു യാത്ര പോവുക. തൻ്റെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും കണ്ടെത്തി അവനവനെ ആനന്ദിപ്പിക്കുക. മറ്റുള്ളവരുടെ സന്തോഷം ഉറപ്പാക്കുന്ന തിരക്കിൽ സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കുക.